യമനിൽ കയറി അടിക്കാനുള്ള നീക്കത്തിലേക്ക് അമേരിക്കൻ ഭരണകൂടം. ട്രംപ് വ്യോമസേനാ തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ ഹൂതികൾ അഴിഞ്ഞാട്ടം നടത്തിയതിന് പിന്നാലെ യമനിലെ മാരിബ് ഗവർണറേറ്റിനു മുകളിൽ അമേരിക്കൻ ഡ്രോണുകൾ നിരീക്ഷണം നടത്തുകയും ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ യമൻ സായുധ സേന അമേരിക്കയുടെ MQ-9 ഡ്രോണുകൾ വെടിവെച്ചിട്ടു. അതിർത്തി കടന്നെത്തുന്ന അമേരിക്കൻ ഭീഷണികൾക്ക് തോക്കുകൊണ്ടായിരിക്കും മറുപടിയെന്ന് ഹൂതികൾ ഭീഷണി മുഴക്കിയതിനെ ഇറാൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഹൂതികളുടെ അഹങ്കാരം ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഖമനേയി വൈകാതെ പടമാകുമെന്ന മുന്നറിയിപ്പാണ് ഇറാന്റെ ആഘോഷത്തിന് ട്രംപ് കൊടുത്ത മറുപടി. ഹൂതികൾ നടത്തുന്ന ചെറിയ ആക്രമണങ്ങൾക്ക് പോലും ഇറാൻ വലിയ മറുപടി പറയേണ്ടി വരുമെന്ന് വൈറ്റ് ഹൌസിന്റെ താക്കീതും. മാരിബ് ഗവർണറേറ്റിന് മുകളിൽ യമൻ സായുധ സേന ഒരു അമേരിക്കൻ MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യമന്റെ വിമത തലസ്ഥാനമായ സനയിലും ഹൂതികളുടെ ശക്തി കേന്ദ്രമായ സാദയിലും ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് മാരിബിലും ആക്രമണം നടത്തിയത്. ഹൂതികൾ വെടിവെച്ചിട്ട അമേരിക്കയുടെ 16ാമത്തെ ഡ്രോണാണ് ഇത്. നമ്മുടെ രാജ്യത്തിനെതിരായ അമേരിക്കൻ ആക്രമണത്തിന് പ്രതികാരമായി മാരിബ് ഗവർണറേറ്റിന്റെ വ്യോമാതിർത്തിയിൽ ശത്രുക്കൾ നിരീക്ഷണം നടത്തുന്നതിനിടെ ഒരു അമേരിക്കൻ MQ-9 റീപ്പർ ഡ്രോൺ നമ്മുടെ വ്യോമ പ്രതിരോധ സേന പ്രാദേശികമായി നിർമ്മിച്ച മിസൈൽ ഉപയോഗിച്ച് വിജയകരമായി വെടിവെച്ചിട്ടു എന്ന് യമൻ സായുധ സേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്തു. ഹൂതികളുടെ അഹങ്കാരത്തിനുള്ള മറുപടി ഉടൻ ഉണ്ടാകുമെന്ന് തൊട്ടു പിന്നാലെ വൈറ്റ് ഹൌസ് പ്രതികരിച്ചു. ഹുദൈദ തുറമുഖത്തിന് നേരെ ആക്രമണം കടുപ്പിക്കാനായിരുന്നു അമേരിക്കയുടെ നീക്കം. എന്നാൽ ഒരു പ്ലാൻ ബിയും കൂടി തയ്യാറാക്കിയിരിക്കുകയാണ് US. ഹുദൈദ തുറമുഖത്തിനും മാരിബ് ഗവർണറേറ്റിനും നേരെ ഒരേ സമയം ആക്രമണം നടത്താനാണ് നീക്കമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. മാരിബ് ഗവർണറേറ്റിന് നേരെ ആക്രമണം കടുപ്പിക്കുമ്പോൾ യമൻ സർക്കാരും മൗനം പാലിക്കും. ഹൂതികൾ കൈയടക്കി വെച്ചിരിക്കുന്ന പല കേന്ദ്രങ്ങളും മാരിബ് ഗവർണറേറ്റിലുണ്ട്. ഈ പ്രദേശങ്ങൾ തിരികെ പിടിക്കാൻ യമൻ ഭരണകൂടം കാലം കുറച്ചായി പയറ്റുന്നുമുണ്ട്. യമന്റെ തലസ്ഥാനമായ സനയിൽ നിന്ന് വടക്ക് കിഴക്കായി 173 കിലോമീറ്റർ അകലെയാണ് മാരിബ് ഗവർണറേറ്റ് സ്ഥിതി ചെയ്യുന്നത്. മാരിബ് ഗവർണറേറ്റിലെ ജനസംഖ്യ യമനിലെ മൊത്തം ജനസംഖ്യയുടെ 1.2%. മാരിബ് നഗരത്തിൽ 1984 എണ്ണ നിക്ഷേപം കണ്ടെത്തിയതിനു ശേഷം വിമതരുടെ കണ്ണ് അവിടെ പതിഞ്ഞതും പിന്നീട് ഹൂതികൾ നിരന്തരം ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. മാരിബ് ഗവർണറേറ്റിലെ ഹാരിബ് ജില്ല ഹൂതികളിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രമാക്കാൻ യമൻ സൈന്യം 2022 ആക്രമണം നടത്തിയതാണ്. ഹരീബ് ജില്ല വീണ്ടെടുക്കാൻ നടത്തുന്ന യുദ്ധത്തിൽ യമൻ സൈന്യം വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയും ഹൂതികൾക്ക് വൻ ആഘാതമേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഹരീബിന് കിഴക്ക് ഹിൽവ പ്രദേശത്തിന്റെ നിയന്ത്രണം സൈന്യം പിടിച്ചെടുത്തിരുന്നു. ഹൂതികളെ കൊണ്ട് സർവനാശത്തിന്റെ വക്കിലാണ് യമൻ ഭരണകൂടവും ജനതയും. കഴിഞ്ഞ 6 വർഷത്തിനിടെ ഹൂതി മിലീഷ്യകൾ യമനിൽ 1000-ലേറെ മസ്ജിദുകൾ തകർത്തതായി യമൻ പണ്ഡിത സംഘടനാ അംഗം ഡോക്ടർ മുഹമ്മദ് റാജിഹ് വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ യമനിലും യമൻ ജനതയ്ക്കെതിരെയും ഏറ്റവും നികൃഷ്ടമായ കുറ്റകൃത്യങ്ങളും കൂട്ടക്കുരുതികളും നശീകരണ പ്രവർത്തനങ്ങളുമാണ് ഹൂതികൾ നടത്തിയിട്ടുള്ളത് എന്ന് ഇദ്ദേഹം വ്യക്തമാക്കുന്നു. 400-ലേറെ തഖ്ഫീസുകൾ, ഖുറാൻ സ്കൂളുകളും ഹൂതികൾ തകർത്തിട്ടുണ്ട്. 4000-ലേറെ മസ്ജിദുകൾ ഹൂതികൾ കൊള്ളയടിച്ചു. യമനിൽ ഇറാനിയൻ സ്വഫാവി അന്ധവിശ്വാസങ്ങളും ആഭിചാരങ്ങളും ഹൂതികൾ പ്രചരിപ്പിക്കുകയാണെന്ന് യമൻ സർക്കാരും പറയുന്നു. ഹൂതികൾ ചത്തൊടുങ്ങണമെന്നതാണ് യമൻ ജനതയും ആഗ്രഹിക്കുന്നത്. യമനിൽ ശക്തമായ ആക്രമണത്തിന് വമ്പൻ പ്ലാൻ അമേരിക്ക തയ്യാറാക്കി എന്നതാണ് വിവരങ്ങൾ. ഹൂതികൾക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നടത്തുന്ന സൈനിക നയതന്ത്ര നീക്കങ്ങൾ പശ്ചിമേഷ്യയിലുടനീളം കൂടുതൽ പോർമുഖങ്ങൾ തുറക്കുകയാണ്. ഇറാനുമായി ഇതിനകം വഷളായ ബന്ധം കൂടുതൽ വിള്ളലിലേക്ക് വീഴുകയും ചെയ്തിട്ടുണ്ട്. യമന് പിന്തുണയുമായി ഇറാൻ നിൽക്കുന്നതാണ് ആക്രമണത്തിൽ അമേരിക്ക നേരിടുന്ന പ്രധാന വെല്ലുവിളി. ചെങ്കടലിലും മറ്റ് കടലിടുക്കുകളിലും അമേരിക്കയും ബ്രിട്ടനും തുടരുന്ന ആക്രമണത്തിനിടയിൽ തങ്ങളുടെ സൈനിക ശക്തി വളരെ വർദ്ധിച്ചുവെന്ന് യമൻ പ്രതിരോധ മന്ത്രി മേജർ ജനറൽ മുഹമ്മദ് നാസർ അൽ അത്തീഫി അറിയിച്ചു. ചെങ്കടലിലും മറ്റു കടലിടുക്കുകളിലും അമേരിക്കയും ബ്രിട്ടനും തുടരുന്ന ആക്രമണത്തിനിടയിൽ തങ്ങളുടെ സൈനിക ശക്തി വളരെ വർദ്ധിച്ചു എന്നാണ് ഹൂതികൾ പറയുന്നത്. ഹൂതികളെ ഇപ്പോൾ പരാജയപ്പെടുത്താൻ പ്രയാസമാണെന്നും
ഹൂതി തലവൻ അൽ ഹൂത്തി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിജയത്തിലേക്കുള്ള വാതിലുകൾ വിശാലമായി തുറന്നിട്ടുകൊണ്ട് ഈ ദിശയിൽ സ്ഥിരമായി നമ്മൾ മുന്നേറുകയാണ്. അത് ശത്രുവിനെ തകർക്കുകയും നമ്മുടെ സഖ്യകക്ഷികൾക്ക് ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു എന്ന് ഹൂതികൾ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇപ്പോൾ ഹൂതി തലവൻ അബ്ദുൾ മാലിക് അൽ ഹൂത്തി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കയും ബ്രിട്ടനും യമന്റെ തീരപ്രദേശത്ത് കനത്ത ആക്രമണ നാവിക സന്നാഹം നടത്തുകയും അറബ് പെനിൻസുല രാജ്യത്ത് ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യം വെച്ചും നാവിക ആസ്തികളെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ് വർദ്ധിപ്പിച്ചും ഹൂതികൾ ശക്തമായ ആക്രമണങ്ങൾക്ക് മറുപടി നൽകി വരികയാണെന്നും അബ്ദുൾ മാലിക് അൽ ഹൂത്തി പറഞ്ഞു. യമനിലെ മാത്രമല്ല സഖ്യകക്ഷികളുടെയും സുപ്രധാന ലക്ഷ്യങ്ങളിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ ഹൂതി സൈന്യത്തിന് ഇപ്പോൾ കഴിവുണ്ടെന്നും ഹൂതി തലവൻ പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക ഇസ്രയേൽ ആക്രമണം ഉണ്ടായിരുന്നിട്ടും ഉപരോധിക്കപ്പെട്ട ഗാസ മുനമ്പിലെ പലസ്തീൻ ജനതയോടുള്ള യമന്റെ പിന്തുണ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നും അബ്ദുൾ മാലിക് അൽ ഹൂത്തി പറഞ്ഞു. അമേരിക്കൻ പിന്തുണയുള്ള ഇസ്രയേൽ ഭരണകൂടം പലസ്തീൻ ജനതയോട് കാണിക്കുന്ന വലിയ അനീതിയോടുള്ള അറബ് നിലപാടുകളെയും അദ്ദേഹം അപലപിച്ചു. മേഖലയിൽ ഉടനീളം പടർന്നിരിക്കുന്ന വിനാശകരമായ പ്രശ്നങ്ങൾക്കും സയനിസ്റ്റ് അഭിലാഷങ്ങളുടെ തീജ്വാലകൾക്ക് മുന്നിൽ യമൻ ജനതയ്ക്ക് നിശബ്ദതയോ നിഷ്പക്ഷതയോ പാലിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഹൂതികൾ പറയുന്നത്. പശ്ചിമേഷ്യൻ മേഖലയിൽ ഉടനീളമുള്ള അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ആക്രമണത്തെ നേരിടുന്നതിൽ യമനിലെ അൻസാറുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായ അബ്ദുൾ മാലിക് അൽ ഹൂത്തിയുടെ ശക്തമായ നേതൃത്വത്തിന്റെ പങ്കിനെ ഒരിക്കലും വില കുറച്ച് കാണാൻ തയ്യാറാകരുത്. സായുധ സേനയും വിപ്ലവ നേതാവിന്റെ ശക്തമായ പിന്തുണയുമുള്ള യമൻ ഇപ്പോൾ ഒരു ബഹുമുഖ സൈനിക ആയുധ ശേഖരം സ്വന്തമാക്കിയെന്നും യമനെതിരായ അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ഒരു ന്യായീകരണവും ഇല്ല എന്നുമാണ് ഹൂതി നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സയനിസ്റ്റ് ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നതിനായി ഗാസയിലെ വംശഹത്യാ യുദ്ധം ആരംഭിച്ച അതേ സമയത്താണ് അമേരിക്ക നമ്മുടെ രാജ്യത്തിനെതിരെ ആക്രമണം ആരംഭിച്ചതെന്നും അബ്ദുൾ മാലിക് അൽ ഹൂത്തി പറഞ്ഞു. അറേബ്യൻ കടലിൽ ഇസ്രയേലിനെതിരെ നാവിഗേഷൻ തടയുന്നത് തുടരുമെന്നും ഗാസയ്ക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം നീക്കുകയും ചെയ്യുന്നതുവരെ പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും ഇപ്പോൾ അൽ ഹൂത്തി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, യമൻ തലസ്ഥാനമായ സനയിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ 13 തീവ്രമായ വ്യോമാക്രമണങ്ങൾ നടത്തി. സനയിലെ അൽമാലിക്ക പ്രദേശത്ത് 8 ആക്രമണങ്ങളും സർഫ് പ്രദേശത്ത് 5 ആക്രമണങ്ങളും നടന്നതായി യമൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സനയിലെ 2 ജില്ലകളിലായി ഒരു സിവിലിയൻ കൊല്ലപ്പെടുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. യമൻ തലസ്ഥാനത്തെ സിവിലിയൻ കെട്ടിടങ്ങളെയാണ് അമേരിക്ക ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും ലക്ഷ്യമിടുന്നത്. ഇതിനെതിരെ ശക്തമായി തിരിച്ചടിക്കും എന്നാണ് ഇപ്പോൾ അബ്ദുൾ മാലിക് അൽ ഹൂത്തി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മേഖലാ സംഘർഷങ്ങൾ ഇപ്പോഴും രൂക്ഷമാണ്. ഇറാനിയൻ ഹൂതി ഉദ്യോഗസ്ഥർ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചിരിക്കുകയാണ്. പ്രതികാരം ചെയ്യുമെന്ന് ഭീഷണിയും മുഴക്കുകയാണ്. ചെങ്കടലിൽ USS ഹാരി എസ് ട്രൂമാനെതിരെ നടന്ന 2 വ്യത്യസ്ത ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തിരുന്നു. ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, കോമ്പാക്ട് ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചുള്ള ഈ ആക്രമണങ്ങളെ അമേരിക്കൻ ആക്രമണത്തിനെതിരായ പ്രതികാരമായാണ് ഹൂതികൾ പറഞ്ഞത്. കൂടാതെ അമേരിക്കൻ വ്യോമാക്രമണങ്ങളെ വിജയകരമായി ചെറുത്തതായും പ്രതിരോധം താങ്ങാനാകാതെ അമേരിക്കൻ ജെറ്റുകൾ പിൻവാങ്ങാൻ നിർബന്ധിതരായതായും ഹൂതികൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്നും അമേരിക്കൻ സൈനിക വിമാനങ്ങൾ ഉയർത്തുന്ന ഭീഷണികളെ നേരിടാൻ കഴിവുള്ളതാണെന്നും അബ്ദുൾ മാലിക് അൽ ഹൂത്തി പറഞ്ഞു. ഹൂതികൾക്കെതിരായ ആക്രമണങ്ങൾ ഇറാന് നേരിട്ടുള്ളതും ശക്തവുമായ ഒരു സന്ദേശം നൽകുന്നതായി അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പ്രഖ്യാപിച്ചതായി റഷ്യ ടുഡേയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാനമായും ഇറാനിയൻ എണ്ണ കയറ്റുമതി ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ പുതുക്കിയ പരമാവധി സമ്മർദ്ദ തന്ത്രത്തിന്റെ പ്രാരംഭ ഘട്ടം മാത്രമാണിത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്.